അപ്പോൾ സാഘോഷം മുഖ്യമന്ത്രിയും മന്ത്രിമാരും കയറിയ ആ ബസ് പെരുമാതുറയിലേക്കുള്ള ബസ് സൗജന്യ യാത്രയുടെ ആദ്യ ബസ് അതിലാണ് സെക്രട്ടേറിയറ്റിൽ വന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇറങ്ങിയത്. ആ ബസ് പെരുമാതുറയിലേക്ക് പോവുകയാണ്. ആ ബസ്സിനോടൊപ്പം സഞ്ചരിച്ച ജസ്റ്റിന തോമസും സെക്രട്ടേറിയറ്റിൽ നിന്ന് ബസ്സിനെ വരവേറ്റ കൂട്ടത്തിലുണ്ടായിരുന്ന CG അരുൺ സിംഗും ഉണ്ട്. ഇപ്പോൾ തത്സമയം ജസ്റ്റിന ആദ്യം പറയൂ, എങ്ങനെയിരുന്നു KSRTC ബസ് സ്റ്റേഷൻ ടെർമിനൽ മുതൽ RMS വഴി ആയുർവേദ ആശുപത്രി വഴി നമുക്കറിയാലോ ആ റൂട്ട്, അതുവരെ യാത്ര ചെയ്ത മുഖ്യമന്ത്രി ഒരു സാധാരണ ബസ്സിൽ യാത്ര ചെയ്യുന്നു. ഒരു ചരിത്രം പിറക്കുന്നു സ്ത്രീ ശാക്തീകരണത്തിൽ. ഒരുപക്ഷെ നമ്മളൊരു 70-ാം വർഷം കേരളപ്പിറവിയുടെ ആഘോഷിക്കുമ്പോൾ അല്ലേ? അതെ, ചരിത്രത്തിലേക്കാണ് UDF സർക്കാരിന്റെ ഡബിൾ വെൽ മുഴങ്ങിയത്. അത് 9 മണി കഴിഞ്ഞപ്പോൾ ആ ബസ് പുറപ്പെട്ടപ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു സ്ത്രീകളുടെയൊക്കെ മുഖത്ത് ഉണ്ടായിരുന്നത്. ഞാനിപ്പോൾ ആ ബസ്സിന് ഉള്ളിലാണ്. ആ ബസ്സിന് ഉള്ളിൽ നിന്നുള്ള ചില ദൃശ്യങ്ങൾ, ചില കാഴ്ചകൾ കൂടി നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ കാണിച്ചു തരാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ കാണാം. ഇത് നോക്കൂ, സ്ത്രീകളൊക്കെ, അതായത് ഈ ചേച്ചിയുടെ പേരെന്തായിരുന്നു? ചേച്ചിയാണ് ചരുവൊക്കെ ആയിട്ട് ആദ്യം കയറി പോരുന്നത്. ചേച്ചി മീനാണോ ചേച്ചി? അതോ ഞാൻ മീൻ കൊണ്ടുവന്ന് ചാല മാർക്കറ്റിലാണ് ബിസിനസ് ചെയ്യുന്നത്. അപ്പോഴും നമ്മളെ ഈ ഒരു മുഖ്യമന്ത്രി വന്നതിൽ ഇത് കാര്യം പറയും മുമ്പേ തന്നെ അവർ സാധിച്ചു കൊടുത്തതിൽ തന്നെ എനിക്ക് നന്ദിയുണ്ട്. അതുകൊണ്ട് എൻ്റെ ബിസിനസ്സിൽ നിന്ന് ഞാൻ മാറ്റി വെച്ചിട്ടാണ് ഇതിനു വേണ്ടി വന്നത്. അടിപൊളി. അപ്പൊ ചേച്ചി സാധാരണ ഏത് റൂട്ടിലാണ് യാത്ര ചെയ്യാറ് ബസ്സിൽ? പൂന്തുറയിൽ ഈസ്റ്റ് റോഡിൽ. അപ്പൊ ഇനി ബസ്സിൽ അങ്ങ് ചെരുവൊക്കെ ആയിട്ട് എത്ര രൂപ ബസ് കൂലിക്ക്? 100 രൂപ ഡെയിലി കൊടുക്കും. ഉഷാറായി നല്ല ഹാപ്പി. എന്ന് പറഞ്ഞാലും പെട്ടെന്ന് പൈസ ഇല്ലാതെ വരുമ്പോൾ നമ്മളൊരു ആശുപത്രി കേസ് വന്നാലും ഓടി ചെന്ന് സർക്കാർ ആശുപത്രി ചെന്ന് കയറാമല്ലോ. പൈസ ഇല്ലെങ്കിൽ പെട്ടെന്ന് ആരെയും ബസ് കൂലിക്ക് ആരോടും ചോദിക്കണ്ട നമ്മൾ